മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ് നടത്തി 4 പേരെ കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു റെയ്ഡ്. എട്ടംഗ ഉദ്യോഗസ്ഥരാണ് റെയ്ഡിനായി എത്തിയത്. ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കാനായി കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞാണ് മകനെ കൊണ്ടുപോയതെന്ന് കസ്റ്റഡിയിലായ SDPI പ്രവർത്തകന്റെ അമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കാണാം. ഞങ്ങൾ ഓനെ കൊണ്ടോട്ടെ എന്നാ പറഞ്ഞാണ് കൊണ്ടുപോയത്. പറഞ്ഞു ഓനെ കൊണ്ടുപോകല് ചെറിയ 4 കുട്ടികളാണ് ഓനെ കൊണ്ടുപോകല് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓനെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ, ഞങ്ങൾ അവനോടൊക്കെ ഒന്ന് കുറച്ച് ചർച്ച ചെയ്യാണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഓൻ താഴത്ത് വീട്ടിലേന്. ഇവിടെ ഇത് പിന്നെ ഞങ്ങളെ തറവാടാണ്. ഒരു 8 ആളൊക്കെ ഉണ്ടാവും. പിന്നെ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, വണ്ടിയിലുണ്ട്. ഓനെ വണ്ടി കയറ്റി വന്നതിൻ്റെ ശേഷം ഞങ്ങളോട് വന്ന് പറഞ്ഞത്. അതിന് മുമ്പ് ഒരു പറഞ്ഞിട്ടില്ല. അരുണ അമൃതനാഥ് ചേരുന്നു. ഒപ്പം അരുണ, എന്ത് കാര്യത്തിനായിരുന്നു റെയ്ഡ് എന്നുള്ളതിന് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? മാർഷൽ അഭിലാഷ്, മിന്നൽ പരിശോധനയാണ് NIA നടത്തിയത്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് മഞ്ചേരിയിലെ 5 SDPI പ്രവർത്തകരുടെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. 4 പേരെ NIA കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതായത് ആദ്യഘട്ടത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന എന്ന വിവരം NIA വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഈ പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട കൊലക്കേസ് പ്രതികളുമായി ഇവർക്ക് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെ അന്വേഷിക്കാനാണ് എത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ ഇത്തരത്തിൽ ED വ്യാപകമായി SDPI ഓഫീസുകളിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. മലപ്പുറത്തെയും തിരുവനന്തപുരത്തെയും ഉൾപ്പെടെ ഓഫീസുകളിൽ പരിശോധന നടത്തിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ NIA നേരിട്ടെത്തി ഇത്തരത്തിൽ പരിശോധന നടത്തി, റെയ്ഡ് നടത്തി പ്രവർത്തകരെ കസ്റ്റഡിയിലും എടുത്തിരിക്കുന്നത്. മാർഷൽ അഭിലാഷ്. എന്തായാലും SDPI പ്രവർത്തകരുടെ നേരെയുള്ള റെയ്ഡ് തുടരുകയാണ്. നേരത്തെയും സമാനമായ നടപടികൾ ഉണ്ടായിരുന്നു. ശ്രീനിവാസൻ വധക്കേസിലെ സാമ്പത്തിക ബന്ധങ്ങൾ തേടിയാണ് റെയ്ഡെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്.